ഒരു ആവറേജ് ആക്ഷൻ ഡ്രാമയാണ് പള്ളിച്ചട്ടമ്പി. ചുമ്മാ ഒന്ന് കണ്ടു മറക്കാവുന്ന സിനിമയാണിത്. അങ്ങനെ വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്ത സ്ഥിരം ടെംപ്ലേറ്റ് ഐറ്റംസ് ഉൾപ്പെടുത്തി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിനുള്ളത്. ഈ സിനിമ മൊത്തത്തില് മലയാളം സംസാരിക്കുന്ന പള്ളിയും പട്ടക്കാരും ഒക്കെയുള്ള ഇടയ്ക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അങ്ങനെ കുറെ കാര്യങ്ങൾ, വിമോചന സമരം, ഇതൊക്കെ കൂടി ചേർത്ത് ഇടുക്കി പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു തെലുഗു പടം കണ്ട ഫീലാണ് നൽകിയത്. പടത്തിലൊരു വാവ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സർപ്രൈസ് ആക്കി വെച്ച ഒരു ക്യാമിയോ റോൾ ഉണ്ട്. പക്ഷെ അതും വലിയ ഇമ്പാക്ട് ഒന്നും നൽകാതെ പോയി. പിന്നെ ഇതിലെ ഡയലോഗുകളൊക്കെ ആണെങ്കിലും വമ്പൻ നാടക ഫീലായിരുന്നു. ക്രിസ്റ്റഫർ എന്ന പള്ളിച്ചട്ടമ്പിയായിട്ട് ടോവിനോയുടെ ക്യാരക്ടർ ടോവിനോ നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ക്യാരക്ടർ ആകാൻ വേണ്ടി നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. KPSC റെബേക്കയായിട്ട് വരുന്ന കയാദു ലോഹറും കിട്ടിയ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു കണക്ഷൻ, പിന്നെ കയാദുവിന്റെ ആ ഒരു സീൻ, അതാണ് ഈ പടത്തിൽ ഇച്ചിരിയെങ്കിലും ഇമ്പാക്ട് നൽകുന്നത്. വമ്പൻ ഇൻട്രോ ഒക്കെ കൊടുത്തു വന്ന കന്നഡ വില്ലൻ അല്ല മെയിൻ വില്ലൻ എന്നതോടെ തന്നെ ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് അങ്ങ് പോവുകയാണ് ഉണ്ടായത്. ഈ പീരിയോഡിക് ഫിലിംസ് എന്ന് പറയുമ്പോൾ തന്നെ മലയാള സിനിമയിൽ ഈ സാച്ചുറേഷൻ ഒക്കെ കുറച്ച് ബ്രൗൺ കളർ ടോൺ ഒക്കെ പിടിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട്. സത്യം പറയാലോ, നല്ല വൃത്തിക്ക് എടുത്ത ക്യാമറയുടെ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസിന്റെ ഭംഗി കൂടി കെട്ടുപോയ പോലാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുക. പിന്നെ പാൻ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി രാമായണം എലമെന്റ്സ് ഒക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി മൊത്തത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പണ്ട് ചില പോസ്റ്റുകളൊക്കെ വരികയല്ലേ, മതസൗഹാർദ്ദ പോസ്റ്റുകൾ. മുസ്ലിം മഴയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദു കുടപിടിക്കുന്നു, ക്രിസ്ത്യാനി തോളിൽ തട്ടുന്നു. ഇതിന്റെ കഥയും ഇത്തരത്തിലുള്ള ചില പോർഷൻസ് ഒക്കെ കാണുമ്പോൾ അതാണ് ഫീൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തെലുഗു തമിഴ് സിനിമകളിലെ വില്ലന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു ഈ ക്യാമിയോ റോള്. പക്ഷെ പാൻ ഇന്ത്യൻ ആക്കാൻ നോക്കിയതാണ് അത് ലാസ്റ്റ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിൽ KGF കൂട്ടിച്ചേർത്ത പോലെ ആയിപ്പോയി. ഒരു അലുവ മത്തിക്കറി കോംബോ ആയിട്ട് തോന്നി.